തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നിവിൻ പോളി എന്ന ആക്ടറിനെ എല്ലാ പ്രൊഡ്യൂസേഴ്സിനും വലിയ ഇഷ്ടമാണ്. പക്ഷേ ഡയറക്ടേഴ്സിന്റെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഒട്ടുമിക്ക സീനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സുമായിട്ട് നിവിൻ പോളിക്ക് ക്ലാഷ് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഡയറക്ടറായ സിബി മലയിലുമായിട്ടുള്ള നിവിൻ പോളിയുടെ ക്ലാഷ് മോളിവുഡിൽ ഒരു സീക്രട്ട് ഒന്നുമല്ല. നിവിന്റെ ഡിസ്റെസ്പെക്ട്ഫുൾ ബിഹേവിയറിൽ ഡയറക്ടർ വളരെയധികം ഡിസപ്പോയിന്റഡ് ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സിബി മലയിൽ ഇനി ഒരിക്കലും നിവിൻ പോളിയുമായിട്ട് വർക്ക് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പോപ്പുലർ ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനും ഒക്കെ നിവിൻ പോളിയുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് മടിയാണത്രേ. അതിന്റെ കാരണവും സിബി മലയിലായിട്ടുള്ള ഈ ഒടക്ക് തന്നെയാണ്. സിബി മലയിലുമായിട്ട് ഒടക്കിയെങ്കിലും സത്യനന്ദിക്കാടുമായിട്ട് നിവിൻ പോളി വർക്ക് ചെയ്തിരുന്നു. സിബി മലയാലിന്റെ അടുത്ത അസോസിയേറ്റ്സ് ആയ ബോബി സഞ്ജയ് നിവിൻ പോളിയുമായിട്ട് വർക്ക് ചെയ്യാൻ മടി കാണിച്ചു എന്നാണ് അറിഞ്ഞത്. നിവിൻ പോളി സ്റ്റാറായ ഒരു ലാൽ ജോസ് പ്രോജക്റ്റാണ് ഇവർ വേണ്ടെന്ന് വെച്ചത്. പക്ഷെ പിന്നീട് ഒരുപാട് സമയമെടുത്ത് ഡയറക്ടർ അവരെ കൺവിൻസ് ചെയ്യുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ സീനിയർ ഡയറക്ടറായ ഹരികുമാർ ഈ അടുത്തൊരു ചാറ്റ് ഷോയിൽ വെച്ച് പരസ്യമായിട്ട് നിവിൻ പോളിയെ പറ്റി പറയുകയുണ്ടായി. നിവിൻ പോളിക്ക് സീനിയർ ഡയറക്ടേഴ്സിനോടൊന്നും യാതൊരുവിധ റെസ്പെക്റ്റും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ നിവിൻ പോളി ഒരുപാട് സീനിയർ ഫിലിം മേക്കേഴ്സിനെ പറ്റിക്കുകയുണ്ടായി എന്നും ഹരികുമാർ പറഞ്ഞു. സ്റ്റോറി ഡിസ്കഷൻസ് കേൾക്കാമെന്ന് പ്രോമിസ് ചെയ്യുകയും പിന്നീട് അതൊന്നും അറ്റൻഡ് ചെയ്യുകയും ചെയ്യാതിരുന്നാണ് നിവിൻ പോളി പല സീനിയർ ഫിലിം മേക്കേഴ്സിനെയും പറ്റിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു സീനിയർ ഫിലിം മേക്കറോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു ആക്ടർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കേട്ട നിവിൻ പോളി ഇതെല്ലാം ഡിനൈ ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും തന്നെ കുറിച്ച് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഉള്ളത് എന്നാണ് നിവിൻ പോളി പറയുന്നത്. അതോടൊപ്പം തന്നെ നിവിൻ എല്ലാ ഡയറക്ടേഴ്സിനോടും തന്റെ റൂട്ട് ബിഹേവിയറിനെ കുറിച്ച് അപ്പോളജൈസ് ചെയ്യുകയും ചെയ്തു. എന്റെ പേര് തെളിച്ചത്തോടു കൂടി കാണുന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മുന്നറിയിപ്പില്ല. ഭയങ്കര രസമാണ്. ഒന്നാമത് ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരാളാണ് ദുൽഖർ. അത് ഒരു ഹാൻഡ് ഫോൺ എന്തോ പറഞ്ഞ സിനിമ അടിച്ചു മാറ്റിയ പടമൊക്കെയാണ്. പിന്നെ ഇതൊരു അധോലോക സിനിമയെന്ന്